ഞാനേ SBMലേക്ക് പോവാണ്. എന്തുവാ ടീച്ചറെ? നീ SBMലേക്ക് വരുന്നു വേണ്ട. അതായത് പനി ഉണ്ടായിരുന്നു കുറേ ദിവസം. ഞാൻ പറയാം. പനിയുള്ളത് അറിയാലോ എല്ലാവർക്കും. പക്ഷേ പനി മാറിയിട്ടും ചുമ മാറുന്നില്ല. 5 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചു. ചുമയുടെ ടോണിക് ഉണ്ടായിരുന്നു, അത് സിറപ്പ് അത് കഴിച്ചു. അതിപ്പോൾ ഇന്നിപ്പോൾ 6ാമത്തെ ദിവസമായി അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കുറവില്ല. അപ്പോൾ ഈ അസുഖം കാണുമ്പോൾ തന്നെ മുമ്പ് തൊട്ട് തന്നെ നമ്മുടെ മിനി ചേച്ചിയില്ലേ, നമ്മുടെ മൂന്നാറിലേക്കൊക്കെ പോയത്. അപ്പോൾ മിനി ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ പൊന്നുമോളെ നിങ്ങൾ പറഞ്ഞിട്ടാണ് ശ്രീദേവ് ഡോക്ടറുടെ ശ്വാസ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചത്. അപ്പോൾ ആ ചേച്ചി എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ 2 ബോട്ടിൽ വാങ്ങിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും വല്ല പ്രശ്നം തോന്നി അപ്പം തന്നെ അതൊരു ഇത് കഴിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറും, പിന്നെ ഒരു പ്രശ്നവുമില്ല. അപ്പം അത് വാങ്ങിച്ച് കഴിച്ചുകൂടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങളാണ് ഇതൊക്കെ പരിചയപ്പെടുത്തുന്നിട്ട് നിങ്ങളെന്തത് കഴിക്കാത്തത്? നമുക്ക് കമൻസ് വരുന്നുണ്ട് ശ്രീദേവി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കണല്ലോ, അതിൻ്റെ ഇടയിൽ ആയുർവേദം കഴിക്കണമല്ലോ. ഇത് കഴിച്ചാൽ മാറും ചോദിച്ചിട്ടിരുന്നത്. പക്ഷേ ഇപ്പം മരുന്നുകളെല്ലാം ഇന്നലത്തോടു കൂടി എല്ലാം കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ചുമ ഉണ്ട്. പിന്നെ മാത്രമല്ല സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. സംസാരമാണല്ലോ നമ്മുടെ ചാനലിന്റെ ജീവൻ. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. ഇപ്പം വീഡിയോ ഇടയിലൊന്നും കുറച്ച് ദിവസം ഇട്ടിട്ടില്ല. ഇടയിൽ ഒരു ദിവസം എടുത്തു. പക്ഷെ ആ സംസാരിച്ചതിനുള്ളത് കൂടി പിന്നെ ശബ്ദം അടഞ്ഞു, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ നമ്മളൊരു ഷോർട്സ് ഇട്ടില്ലേ, ചുമച്ചിട്ടുള്ള ഷോർട്സ് വില്യാദിലി, അത് ശരിക്കും ഉണ്ടായത് തന്നെയാണ് കേട്ടോ. വില്യാദിലി വാങ്ങിച്ച് കഴിച്ചാലോ എന്ന് ചോദിക്കണതൊക്കെ. അപ്പോൾ അത് ഡോക്ടർ കണ്ടിട്ട് ഡോക്ടർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അജുവിന് ശരിക്കും ചുമയുള്ളതാണോ അതോ ഇനി വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിച്ചതാണോ അറിയില്ല. അത് ഷോർട്സ് ആയതുകൊണ്ട് ശരിക്കും, കാരണം ആളിപ്പോൾ കുറച്ച് ബിസി ആയിട്ട് നമ്മുടെ കുറേ നാൾ വീഡിയോകളൊന്നും കാണാറുമില്ല. നമുക്ക് അസുഖമായതൊന്നും ആൾ അറിഞ്ഞിട്ടുമില്ല. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, ഇങ്ങനെ ഡോക്ടറോട് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ പനി ഇതൊക്കെ ആയിട്ടിരിക്കുന്നു, ഇപ്പോൾ ചുമയുണ്ട്. അപ്പൊ വേഗം അങ്ങോട്ട് പോയോ, ശ്വാസം വാങ്ങിച്ച് കഴിക്കി അത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതേ ചേട്ടൻ പോവാണ്, ശ്വാസം വാങ്ങിക്കാൻ പോവാണ്. ശ്വാസം എന്ന് പറഞ്ഞാൽ ലേഹ്യല്ല, അത് ഒരു കഷായം പോലത്തെ സാധനം. ചുമയ്ക്ക് നല്ലതാണ്, ശ്വാസം മുട്ടിന് നല്ലതാണ്. കുറേ ഇതുകൾക്ക് അത് നല്ലതാ, അത്ര ഭയങ്കര നല്ലതാണ്. കുറേ പേര് കഴിച്ചിട്ട് നമ്മളോട് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കൊരു ബോട്ടിൽ അന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആ തന്ന ബോട്ടിൽ നമ്മുടെ സുജിത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവൾക്ക് അവളുടെ മോന് ചുമ മാറണില്ല എന്ന് പറഞ്ഞപ്പോഴേ ഞാനത് കൊടുത്തു വെച്ചിട്ട് അവളെന്നോട് ചോദിക്കും ചെയ്തു, അയ്യോ ചേച്ചി അത് എന്ത് മരുന്നത്, എത്ര നാളായ ചുമ, അത് കഴിച്ചപ്പോഴത്തേക്ക് മാറി എന്നൊക്കെ പറഞ്ഞവളെ. അപ്പോൾ അങ്ങനെ ഒരു ബോട്ടിലൂടെ ഇരുന്നോടെ തന്ന് അവൾക്ക് അത് കൊടുത്തയച്ചതാ. അപ്പൊ അത് കാരണം ഇവിടെ ഇല്ല അത് മരുന്ന്. അയ്യന്തോളത്തെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് വാങ്ങിക്കാൻ. നമ്മുടെ ഇതാണ് ശ്വാസാട്ടാ. ഇതൊന്ന് കഴിക്കട്ടെ, ആശ്വാസമാവട്ടെ. അച്ഛന്മാര് ചുമക്കണ പോലെയുണ്ട്. വയസ്സായി. ഇത് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇത് കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 20 ml എടുക്കണം. 20 ml വാം വാട്ടർ എടുക്കണം, ഒരു നേര് ചൂടുവെള്ളം എടുത്തിട്ട് ഭക്ഷണത്തിന് മുൻപാണ് ഇത് കഴിക്കേണ്ടത്. ട്വൈസ് ഡെയിലി, ദിവസത്തിൽ 2 വട്ടം. അപ്പം ഇന്ന് രാവിലെ കഴിച്ചിട്ടില്ലല്ലോ, പുച്ചിയാവാറായി. അപ്പോൾ ആദ്യത്തെ ഇപ്പം കഴിക്കാം അല്ലേ. കണ്ട കഷായമാണ്, കളർ കണ്ട അതിൻ്റെ, കുലുക്കി എടുക്കേണ്ടി വരും. കുടിച്ചോ, കണ്ണടച്ച് ഒറ്റ വലിക്ക് കുടിച്ചോ, വേഗം കുടിച്ചോ, ചിരിക്കണ്ട. കയ്പ കുഴപ്പമില്ല. പിന്നെ മുഖം എങ്ങനെ ഇരിക്കുന്നു? കഷായം കുടിക്കുമ്പോ പിന്നെ മോന്തം പിന്നെ അങ്ങനെ ഇടും. എന്താ ശരിക്കും പോയാ? അത് ചുമയുള്ള കാരണമാണ്. 3-3.5 കിലോ വെയിറ്റ് കുറഞ്ഞു എന്നുള്ളത് ഒരാഴ്ച കൊണ്ടല്ലേ. എന്ത് ക്ഷീണിച്ചു ചേട്ടൻ? ശരി വരുമോ, പനി പ്രായയില്ലേ, ഇനി നിങ്ങോട്ട് തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഭക്ഷണം ഓവറായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ വേറെ അസുഖങ്ങളും വരാം, വണ്ണം വെക്കണതിന് പകരം അല്ലേ. അനന്തതയിലേക്ക് നോക്കിയിരുന്ന ചേട്ടൻ, മുഖത്ത് ആ ഭാവങ്ങളൊക്കെ വരണട്ടാ. വെയിറ്റ് കുറഞ്ഞു, എൻ്റെ ആരോഗ്യം പോയി എൻ്റെ. അങ്ങനെ നമ്മുടെ ശ്വാസ ഞാൻ 3 ദിവസം കഴിച്ചു. ആദ്യത്തെ ദിവസം കഴിച്ചോടിയിട്ട് തന്നെ വൈകുന്നേരം എപ്പോഴും ചുമ,
അടിയിലേക്ക് പോയി. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ തീരില്ലാണ്ടായി. ഇന്നലെ വൈകുന്നേരമൊക്കെ ഞാൻ ചുമച്ചിട്ടൊന്നുമില്ല എന്നല്ലേ പറയാം അല്ലേ. ഭയങ്കര ഒരു അത്ഭുത സാധനമാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 90% പേർക്കും ഫലവത്താണ് ഉറപ്പായിട്ടും. ഞാനാണ് ശരിക്കും ചുമയുടെ ആള്. ചുമ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താണ്ട് വായ പൂട്ടാണ്ട് ചുമയ്ക്കും. എനിക്ക് ചുമ വന്നു കഴിഞ്ഞാൽ പരീക്ഷ നോക്കണം, എനിക്ക് ഫലിക്കുമെന്ന്. കഴിയാറായി. സത്യത്തില് ഇതാരും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല ഇതുവരെയിട്ട്. ആരെന്ന് പറഞ്ഞ നമ്മള്. അപ്പൊ ചുമയുള്ളവര് ധൈര്യമായിട്ട് വാങ്ങിച്ചു കഴിച്ചോട്ടാ, വിശ്വാസ. ഇത് വേണമെന്നുള്ളവർ ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ തരാട്ടാ. അതില് വിളിച്ചു വെച്ചാൽ മതി. ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ കിട്ടും. ഇത് അലർജിയുടെ ഉണ്ടാവണ ബുദ്ധിമുട്ട് അതിനൊക്കെ നല്ലതാന്ന് പറഞ്ഞു ഡോക്ടർ. ചുമയ്ക്ക് മാത്രല്ല, റെസ്പിറേറ്ററി പ്രോബ്ലംസിനൊക്കെ നല്ലതാന്ന്. ശ്വാസം മുട്ട് പോലെയൊക്കെ വരില്ലേ, അതിനൊക്കെ നല്ലതാന്നാ പറഞ്ഞേ. അപ്പൊ അങ്ങനെ എന്റെ ചുമ മാറി ഓടിച്ച് ഞാൻ ഉഷാറായില്ലോ. പിന്നെ ഇന്നലെ എന്നെ പോയി, ഞാൻ പറഞ്ഞു ഒരു ദിവസം കൂടി കഴിയട്ടെ. ഇന്നലെ എന്നെ പോയിട്ട് ഇതൊക്കെ വാങ്ങിച്ചോണം. എന്താ ഓണത്തിനുള്ള നമ്മുടെ ഉണ്ടമല്ലി ചെണ്ടുമല്ലി ഓണത്തിനൊന്നും ആവില്ല. അല്ല, ഓണത്തിനാവില്ല എന്ന് ചോദിച്ചിട്ട് ഓണത്തിന്റെ ടൈമിൽ നടാൻ പറ്റുമോ? അല്ല, ഓണത്തിന് മുന്നല്ല. ഓണത്തിന് ഇനി 50-60 ദിവസമല്ലോ. അപ്പൊ അത്തം തൊട്ടിട്ട് പൂവുണ്ടാവണം. അപ്പൊ 50 ദിവസം. ഈ സാധനം പൂവിടണമെങ്കിൽ ആ ചെക്കൻ പറഞ്ഞത് 70 മുതൽ 75 ദിവസം വേണമെന്നാണ് പറഞ്ഞത്. ചില സാങ്കേതിക കാരണങ്ങളെ ചിലത് നേരത്തെയും പൂവിടാന്ന് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു 75 ദിവസം വേണമെന്നൊക്കെ പൂവിടാന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു 75 ദിവസമല്ലല്ലോ, സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചയിലാണ് ഓണം, 4-ാം തീയതി 5-ാം തീയതി കഴിഞ്ഞു. അപ്പം അതിൻ്റെ 10 ദിവസം മുന്നോട്ട് നമ്മൾ പൂക്കളിട്ട് തുടങ്ങണ്ടേ. അപ്പം എന്നോട് പറയാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഇഷ്ടം പോലെ ചാണം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വയ്ക്കാം. ഞാൻ കുറേ ചാണം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം പൂവിടുമോ? ചെടി ചിലപ്പോൾ വേഗം വലുതായി പോയിരിക്കും, ചിലപ്പോൾ ചാണം കൂടി കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനും മതി. ഞാടക്ക അതല്ല, നമ്മള് പണിയെടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇപ്പോഴേ. പണിയെടുക്കാണ്ട് കുറേ നല്ല റണ്ണിങ് കണ്ടീഷനിൽ പോയിരുന്ന ഒരു അടുക്കള തോട്ടമായിരുന്നു. അതിപ്പോ വയ്യാണ്ടായിട്ടല്ലോ, മഴ പെയ്തിട്ടല്ലേ. വെള്ളം നോക്കിയേ, വലിയ പറമ്പിലൊക്കെ വെള്ളമുണ്ട്, മഴയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ചെണ്ടുമല്ലിയും മഞ്ഞയും ഓറഞ്ചും തയ്യലത് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ചവിട്ടിയാ? ആ, ചവിട്ടി. ജഗു ചവിട്ടി. കണ്ട, ഇതാണ് ഇതണ്ട യെല്ലോ. ഇത് തയ്ക്കുന്നു അധികം വരില്ല ചേട്ടാ. അയ്യോ, ഓടിച്ചടാ നീ ചവിട്ടി. അപ്പൊ എന്തായാലും അല്ല, 2 പ്രാവശ്യം വെച്ചിട്ടില്ലേ? ആരും വെച്ചിട്ടില്ലേ? നേരത്തെ വയ്ക്കാറുണ്ട്. കണ്ട, എത്ര റണ്ണിങ് കണ്ടീഷനിൽ പോയിരുന്ന ഒരു അടുക്കള തോട്ടമായിരുന്നു. ഇനി ഇതിനെ ആദ്യം ഒന്നീന്ന് തുടങ്ങണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നല്ലൊരു റോബസ്റ്റ് പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട. ഇപ്പൊ നിനക്ക് റോബസ്റ്റ് പോലെ ഉണ്ടായില്ല എന്നുള്ള പരാതി പോയില്ലേ? റോബസ്റ്റ് പോലെ ഉണ്ടായില്ലാന്ന് എനിക്ക് എവിടെയാ ചേട്ടാ പരാതി? ഞാൻ എന്നും എനിക്ക് ഇഷ്ടമാണ് റോബസ്റ്റ് പോലെ. അപ്പൊ വെക്കാൻ പറ, ചേട്ടൻ വെക്കാറില്ലേ? വെച്ചതാണ്. എന്ത് പറച്ചില് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല റോബസ്റ്റ് വെള്ളം, അതുകൊണ്ട് വെക്കരുത് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എത്ര കാലം വെക്കാണ്ടിരുന്നേന്ന് തോന്നുന്നു. പറയുമ്പോ കൃത്യമായിട്ട് പറയൂ, ആളുകൾ തെറ്റിദ്ധരിക്കും. എന്നെ തെറ്റിദ്ധരിക്കൊന്നുമില്ല. കൊറേ തുളസി തൈകൾ മുളക്കുന്നുണ്ടല്ലേ? തുളസി തൈകളെ കൊറേ മുളക്കുന്നുണ്ട്. അപ്പൊ ഈ ഏരിയ ഞാൻ ഇത് നടാൻ തീരുമാനിച്ചു. ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടില്ല, ഇത്തിരി ഉയർന്ന് കിടന്നുണ്ട്. വെള്ളക്കെട്ട് ഇല്ലല്ലോ തരുതാ ഇവിടെ വെള്ളക്കെട്ടില്ല. ശരിക്കും മാറിയിട്ടൊക്കെ പണിയെടുത്താ മതി. ഇനി ഇത് കൂടുവോ? മാറി വരണുള്ളോ? ജഗ്ഗു ചെയ്യാന്ന് ചേട്ടാ. കളച്ചോ, കളയ്ക്കണവർക്ക് കളയ്ക്കാനുള്ളവർക്ക് കളയ്ക്കാം. ഇവിടെ യാതൊരു നിയന്ത്രണങ്ങളില്ല കളയ്ക്കാതെ. ഇത് ശരിയാവണ്ടില്ല. ഇവിടെ ആർക്കും കളിക്കാന്ന് പിന്നെ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട് നമ്മള് കൃഷിപ്പണി കൃഷി മറന്നു നമ്മള്. ചരല് പൊന്തിയിലാകിയ ചേട്ടാ. അല്ല ചേട്ടാ, ഭ്രാന്ത് പിടിച്ചിട്ട് നടക്കണേ. അതെല്ലാം റിട്ടയർ ചെയ്തു. എന്നാ പറമ്പിലേക്ക് ഇറങ്ങാനും പറ്റണില്ല. അതന്നെ, പറമ്പിൽ മുഴുവൻ വെള്ളമായിട്ട് ഇവിടത്തേനേക്കാളും താന്നിട്ടാണ് എല്ലാം ചേട്ടൻ്റെ ബാക്ക് ബാങ്ക് എടുക്കണം. നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഓണത്തിന് ഇപ്പൊ 10-50 ദിവസമെങ്കിലും പച്ചക്കറി ഉണ്ടാവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഒരു മാസം ആകുമ്പോഴേക്കും പിടിപിടുന്ന എല്ലാത്തിനും പച്ചക്കറി ഉണ്ടാവും. എല്ലാം നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാല് ഓണത്തിന് മാത്രമായിട്ട് പച്ചക്കറിയുടെ ആവശ്യമൊന്നുമില്ല. അത് ഈ സർക്കാർ പരിപാടിയിലാണ്. ഓണത്തിന് ഒരു മുറം വിഷമില്ല പച്ചക്കറി.
വിഷുവിന് ഒരു മുറം വിഷമില്ല പച്ചക്കറി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ദിവസവും നമുക്ക് വിഷമുള്ള പച്ചക്കറി കഴിച്ചാൽ മതി എന്നാണോ? അതങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ആകത്തി ചീരയുടെ തെങ്ങിന്റെ അടുത്ത് ഒപ്പത്തറയിലോ മഴ വരുന്ന നോക്കിയ മഴക്കാര് നോക്കി ചേട്ടാ. ഫ്ലാറ്റിന്റെ മുകളിലേക്ക് മഴക്കാരെ മുകളിലൊന്നല്ല, അവിടെ നിങ്ങോട്ട് കേറി കണ്ട ആകത്തി ചീര കണ്ട ജഗ്ഗ. ആകത്തി ചീര നമ്മള് മറ്റേ സിനിമയില്ലേ സരിത, നമ്മുടെ മനോജ് ഗജയന്റെ ഒരു സിനിമയില്ലേ, മുരളി മനോജ് ഗജയൻ ഉർവശിക്കൊരു സിനിമ. ആ സിനിമരെ വെങ്കലാണോ? വെങ്കലല്ല, ഈ തമിഴ്നാട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സ്നേഹസാഗരം. സ്നേഹസാഗരം. അതിലെ കണ്ണെഴുതി അഴകിൽ നിന്നവളെ അതന്നെയാ വിഷമാവൂല ആ സിനിമ. ഭയങ്കര വിഷമാവും. ആ സിനിമയില് അകത്തി ചീരയാണ്ട് വിൽക്കാൻ നടക്കുന്നുണ്ട്. അകത്തി ചീര ഞങ്ങൾ ഒരു വട്ടം മാത്രമേ വെച്ചിട്ടുള്ളൂ അല്ലേ. അന്ന് അതിന്റെ കുത്ത് സഹിക്കാൻ പറ്റിയില്ല അല്ലേ. ഒരു കുത്തില്ലേ അകത്തി ചീരക്ക്. നമ്മളകത്തി ചീര നമ്മുടെ വീണ്ടും മുന്നിൽ പറഞ്ഞാൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വണ്ടനായിട്ട് പോയിട്ട് പിന്നെ ചേട്ടൻ വെച്ചത്. പിന്നെ വെച്ചില്ല. മുടി നരക്കില്ല എന്നാ പറയണേ. മുടി നരക്കൂല, മുടിയൊന്നും കൊഴിയില്ല, ബെസ്റ്റാന്ന്. ചാണക്കുളത്തിൽ പോയി വീഴണ്ടെന്ന് കുമാരേച്ചി പറഞ്ഞതേ, മറ്റേ തെങ്കാശിയിലെ കുമാരേച്ചി പറഞ്ഞത് അടിപൊളിയാന്ന് പറഞ്ഞ. ഏത് ഈ അകത്തി ചീര നമുക്ക് ബെസ്റ്റ് സാധനമാണ് അകത്തി ചീര. കുറച്ചാ ചേട്ടാ മണ്ണൊക്കെ? മണ്ണൊക്കെ കുറച്ചാ. ഇവിടുത്തെ മണ്ണ് കുറച്ചു. പക്ഷെ കൊത്തിയെടുത്തിട്ട് കൊത്തണ കൊത്തി കൊണ്ടുവരാം. എവിടെയാ കൊത്തിയിരിക്കണേ? അടുത്തിട്ട് വരാം. നമ്മുടെ വീട്ടിലാ? അല്ല ഇവിടെ ഇരിക്കേണ്ടത് തോന്നുന്നു. കൊത്തി ഇവിടെ ഉണ്ട്. സരിതാടെ പോയേ ജഗ്ഗു, നിങ്ങൾ വന്ന ഒരു സാധനം കാണിച്ചു തരാം. എന്തുട്ടാണ്ടി? ഇവിടത്തെ കൊത്തമരയുടെ തോട്ടം കാണിച്ചു കൊടുക്കാനാ. നോക്കൂ, ഇതാ കാണൂ. ആഹാ, കൊത്തമര ചെടിയാണ് ഈ നിക്കണ. നോക്കി, അത് മഴ വന്ന ആശയം ഞാൻ ചെയ്യാന് അല്ല, ഞാൻ ചേട്ടനൊന്നും പറഞ്ഞതല്ല. അതാ ഞാൻ പറഞ്ഞത്, നല്ല കണ്ടീഷനിൽ പോയി, വർക്കിംഗ് കണ്ടീഷനിൽ പോയി ഒരു അടുക്കള തോട്ടമായിരുന്നു. മഴ എല്ലാം നശിപ്പിച്ചു. ചുണ്ടങ്ങി നോക്കിയേ, കരിഞ്ഞു പോയ ചുണ്ടങ്ങി ഇങ്ങനെ. ചുണ്ടങ്ങിയുടെ കാടായി ഇവിടെ. ഇതെന്തൊരു ചെടിയത്? അയ്യോ, ചക്കയൊക്കെ പൊളിഞ്ഞിട്ട് നോക്കിയേ, കണ്ടാ? ഈ ചക്ക വലിയ രസമില്ല. ഈ ചക്ക ടേസ്റ്റ് ഇല്ല, അതുകൊണ്ട് ആർക്കും വേണ്ട ഈ ചക്ക. കണ്ടത് ഇത് എൻ്റെ നിറയുന്നല്ലേ ചക്ക. നോക്കി ചക്ക നോക്കി കണ്ട, ഈ ചക്ക കണ്ട പൊളിഞ്ഞിട്ടുണ്ട. നിനക്കല്ല ചക്ക ഊര് വാങ്ങി അല്ല എന്തൊരു, അയ്യോ നാവ് കൂട്ടി അടിച്ചു. ചക്ക ഊരും എന്തൊരു വേണമെന്ന് പറഞ്ഞ ചക്ക ഊരും വാങ്ങി. ഉണക്കമുളകും വെച്ചിട്ട് ആക്കണം എന്ന് പറഞ്ഞത്. വാ, അടുത്ത ദുരന്തം. അയ്യോ, ഞാനത് കണ്ടില്ല. അയ്യോ സരിത, ഇതാ പൈനാപ്പിള് പഴുത്തു. നോക്കിയേ, അല്ലേ പൈനാപ്പിൾ. ഇതിപ്പോൾ തന്നെ നമുക്ക് തിന്നാം. എൻ്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണിത്. പിന്നെ മറ്റേത് നല്ല പഴുത്ത വേണം. ചോരനോടി ഉണ്ട് കേട്ടാ. ആയി വരുന്നുള്ളൂ. സൂപ്പർ സാധനം. അപ്പം നീ ചായ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ എനിക്ക് കത്തിയും കൊണ്ടുവന്നു. അപ്പോൾ നമുക്കിത് ഇവിടെ പൂളി തിന്നാം. അല്ല, പൂളി തിന്നല്ല, നമുക്കിത് മുറിച്ച് തിന്നാം. നല്ല ചായയും ഇതും നല്ല കോമ്പിനേഷനേ അല്ല. അല്ല ചേട്ടൻ ദേ അവിടെ ഇരിക്കുന്നുണ്ട്. റിട്ടയർ ചെയ്തതിന് ശേഷമുള്ള അല്ല ചേട്ടൻ്റെ ഇത് നമുക്ക് എന്തിട്ടാന്ന് ചോദിച്ചറിയാം. അല്ല ചേട്ടൻ മിളക് പൊട്ടിക്കുന്നുണ്ട്. എനിക്കറിയാം, ചോദിച്ചു കഴിഞ്ഞാൽ ചീത്ത കേൾക്കുന്നു. ഞാൻ എന്നാലും വെറുതെ ചോദിച്ചതാ. അനിലും ചേട്ടൻ്റെ ഒരു കാര്യം കാണിച്ചു തരാം. കാണുമ്പോ അറിഞ്ഞാ മതി. കാണുമ്പോ അറിഞ്ഞാ മതി. ഞാൻ എന്റെ കള തുടങ്ങിയത്. എന്റെ കള ചേട്ടനെ ആരാ വിളിച്ചേ? ചേട്ടനെ ആരും വിളിച്ചില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക സാധനങ്ങളാണ് കാണാൻ വിളിക്കുന്നത്? ഞാൻ നമ്മുടെ പ്രേക്ഷകരെയാണ് ക്ഷണിക്കുന്നത്. പാമ്പുണ്ടാ? പാമ്പല്ല, ഒരു ഓന്തോടിയതാ. ഉറങ്ങിയ ഉച്ചമയക്കം കഴിഞ്ഞ് എണീറ്റ് വന്നിരിക്കുകയാണോ? എന്ത് തോന്നുന്നു? റിട്ടയർ ലൈഫിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്?
എന്താ പറയാ, ഒന്നിനൊരു ഉണർവില്ല. ഉണർവില്ലാത്ത ഉണർവ് കിട്ടാൻ വേണ്ടിട്ട് 2 കാതും പോയി കുത്തി കണ്ട. ഇതാണ് കാണിച്ചു തരാന്ന് പറഞ്ഞത്. ആള് ഫ്രീക്കനാവാൻ പോവാ. കണ്ട കമ്മല് പണിയാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നല്ല, റിങ്ങാണ്. ഒരു കുരിശ അങ്ങനെ വല്ലതും തൂക്കിയിടായിരുന്നു. എന്നിട്ട് ബ്രേക്ക് ഡാൻസും കൂടി കളിക്കുക അല്ലേ. ശശി റിട്ടയർ ചെയ്തപ്പോ ശശി പറഞ്ഞില്ലേ ഒരു കൊറേ എന്തൊക്കെയോ, അല്ലെങ്കിൽ കാലത്ത് എണീക്കുമ്പോ ഒരു 9 മണിയും കൂടെ ആകുമ്പോഴേക്കും പോവാറാവൂലോ. എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ല, ഒരുത്തിലേക്കും പോവാനില്ലല്ലോ. അത് കാരണം പറമ്പിലേക്ക് ഇറങ്ങാൻ പറമ്പ് കെടുക്കണ നോക്കിയല്ലേ ചേട്ടന്റെ. ഈ മഴ പെയ്തിട്ട് ഒരു മഴ പെയ്ത് ആകെ വെള്ളാണ്. അതന്നെ, എല്ലാ ദൂർപറ്റിലും സാധനങ്ങളൊക്കെ പോയി. തത്തമ്മകളുണ്ടല്ലോ, തത്തമ്മള് കുറച്ച് ഈ വെണ്ടക്കായിന്റെ അത് തിന്നാൻ വരിക. പിന്നെ എന്തൊരു ആശ്വാസം ചെന്നി ഇഷ്ടം പോലെ കോഴികളുണ്ട്. അത് കൊന്നു കൂട്ടാൻ വെക്കുക, കൊന്നു കൂട്ടാൻ വെക്കുക പിന്നെ അതന്നെ. എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ. വൈകുന്നേരം ആകുമ്പോ ജിമ്മിന് പോവാ. അതന്നെ. അത് ചേച്ചിനെ കൊണ്ടോണേ. ചേച്ചി അല്ലെങ്കിൽ എന്നെ ക്ഷീണിച്ചിട്ടിരിക്കണം. നോക്കിട്ട് കാര്യമില്ല, ശരീരത്തിനൊരു ബലം കിട്ടാൻ. ചേച്ചി ജിം പഠിക്കണ്ടേ? ഇന്നലെ വന്നപ്പോ ചേച്ചി അതിന്റെ മുകളിൽ നിന്നല്ലേ വന്നേ. 2 പേരും വെയിറ്റ് അടിയാന്ന്. സരിതിക്ക് ജിം പഠിക്കണ അടിച്ചോ ജിമ്മ്. അവരടുത്ത് പോയിട്ട് ചെറിയ 2 പേരുടെ മുകളിലേ പോയിട്ട് ഡ്രസ് അടിക്കാൻ ജിം അടിച്ചു. അപ്പൊ നമുക്ക് ഞാൻ ചെണ്ടുമല്ലി നടാൻ പോട്ടെ. ഓണത്തിനാവൊന്നുമില്ല, എന്നാലും പിന്നെ വെറുതെ നടണു. ഓണത്തിന് പൂ കിട്ടണമെന്നില്ലല്ലോ, എപ്പോഴേലും പൂ കിട്ടണം. അവിടുത്തെ ലേറ്റ് ഇട്ടേച്ചാണ് കോഴിക്കൂട്ടിലത്തെ ഒരു കോഴി പുറത്ത് കറങ്ങി നടക്കണ അതിന് കണ്ണ് കാണും. എന്റെ ജീവൻ പോയി കൂടെ ഇടിച്ചു പോയി. അല്ല ഈ കോടംപുളി വീണ് കഴിഞ്ഞ മാറ്റിട്ട് മോളിൽ നിന്ന് ഒരു മാങ്ങ പുറം ഞാൻ മാമ്പഴാന്ന് വിചാരിച്ചേ. പുറം പഴുത്തുണ്ട്. ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങക്ക് നാളെ നല്ല മീൻ വാങ്ങിച്ചു വെക്കാനായിട്ടാ കോടംപുളി. അല്ല അപ്പൊ ഭൂഘട്ടന്റെ ഗുരുത്വാകർഷണം, മറ്റേ ഈ ന്യൂട്ടന്റെ ഗുരുത്വാകർഷണല്ലേ, അത് ഈ മോളിൽ നിന്ന് വീഴുമ്പോഴുള്ള അതല്ലേ എത്ര ഇരട്ടി ഇതിന്റെ ഇത്. പോവാ ഇനി ഇവിടെ ഇനി ഇതുപോലെ ഓരോന്ന് കേൾക്കേണ്ടി വരും. ഇതപ്പോ കൊണ്ടുപോണ്ട് എന്തായാലും പിന്നെ എവിടെയുള്ള പ്രതികാരം ചെയ്ത മതിയാവൂ. നാളെ മീൻ വാങ്ങിച്ചിട്ട് ഇത് എന്തൊരു നല്ല കാലാവസ്ഥയാന്ന് നോക്കിയാലേ ഇപ്പൊ. എന്തുട്ടായിരുന്നു മഴ. പച്ചക്കുടംപുളി ഇട്ടിട്ട് വയ്ക്കാം. കുടംപുളി വേറെ അതും പിടിച്ചോ. വേണ്ടേ? ഇവിടെ ഇഷ്ടം പോയിണ്ട്. രണ്ടാളും ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നിട്ട് ചേച്ചി ചായ വെക്കാകത്ത്. ചായ കുടിച്ച് അങ്ങനെ ഇരിക്കും. നീ കാപ്പി എനിക്ക് കഴിക്കണം. ചേരാ. കൊറേ നാളുകൾക്ക് ശേഷം കൊത്തുന്നത്. നാളത്തേക്ക് വല്ല മേലുവേദനയൊക്കെ വരാവോ? ഏയ് പറ്റുന്നുണ്ടേ മതിട്ടാ. എനിക്ക് പറ്റിയത് നടാനൊരു പറ്റായിക. ചേട്ടന്റെ ഇന്ത്യ സത്പുര അല്ല പശ്ചിമഘട്ട പർവ്വതനിരകളൊക്കെ പോയിട്ടാ. അതിന് കോരി എടുക്കാം. അതൊക്കെ സമതലങ്ങളായി മാറിപ്പോ. സമതലങ്ങളിൽ കൃഷി ചെയ്യാൻ അടിപൊളിയല്ലേ? അതെ അല്ലേ? അതെ. കണ്ട മഴ പെയ്ത് കഴിയുമ്പോ കഴിയില്ല അല്ലേ? കഴിക്കണം വേഗം. നമ്മളന്ന് നാഗമടത്ത് തമ്പുരാട്ടിയില് ആ സിനിമേനെ കുറിച്ച് പറഞ്ഞില്ലേ, ഉണ്ണിമേരിയുടെ ശാപം. അന്ന് തന്നെ ആ സിനിമ കണ്ടുട്ടാ. ഞാൻ ഫുള്ളായിട്ടിരുന്ന് കണ്ടു. ചേട്ടാ കണ്ടില്ലല്ലോ, ഉറങ്ങിയില്ലേ? ഫുള്ള് കണ്ട? അന്നൊന്ന് പറഞ്ഞേ കഥ പറഞ്ഞതിന്റെ തുടക്കം തൊട്ടിട്ട് കഥ പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആടുർബാസി ഒരു രാജാവ്. ആടുർബാസിയുടെ മോളാണ് ജയഭാരതി. അതാ തുടക്കം തന്നെ? തുടക്കം തന്നെ അതാ? അല്ല, തുടക്കം അതല്ല. തുടക്കം ആടുർബാസി മീന ഗർഭിണിയാണ്. ഗർഭിണിയാണത് കാണിക്കുന്നില്ല. ഞാൻ പറയാം. എന്നാ പറയും.
നമ്മള് നാഗമടത്ത് തമ്പുരാട്ടി എന്ന് പറഞ്ഞ സിനിമേനെ കുറിച്ചിട്ട് അന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ സിനിമ അന്ന് തന്നെ കണ്ടുട്ടാ യൂട്യൂബിൽ. നല്ല സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 82 ഇറങ്ങിയ സിനിമയാണത്. നമ്മൾ മുത്തശ്ശി കഥകളൊക്കെ ഇങ്ങനെ പറയില്ലേ, പണ്ട് കഥകൾ പറയില്ല, അമ്മാമ്മമാരൊക്കെ നമുക്ക് കഥ പറഞ്ഞിട്ടില്ലേ, ഒരു രാജാവ് ഉണ്ടായിരുന്നു, രാജ്ഞി ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കഥകൾ, അവർക്കൊരു സുന്ദരിയായ രാജകുമാരി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലത്തെ ഒരു കഥ. ആ കഥേനെ ആ കാലഘട്ടത്തിൽ അങ്ങനെ എടുത്തല്ലോ അല്ലേ? ഗംഭീരമാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ എടുത്തല്ലോ. ഭയങ്കര സംഭവം എന്നല്ല പറയണം, എന്നാലും ആ കാലഘട്ടത്തിൽ അത് രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഉണ്ണിമേരിയുടെ ശാപം, ആ ശാപം എന്തുകൊണ്ടാണ് പ്രേം നസീറിന് അങ്ങനെ ഓരോ ഭാഗം വർണ്ണിച്ചുകൊണ്ടായെന്ന് മനസ്സിലായി. ചേട്ടൻ കണ്ട പടം? വർണ്ണിച്ച് എനിക്ക് മനസ്സിലായില്ല. അതതിന് ആ സമയത്ത് ഉറങ്ങി ചേട്ടൻ അല്ലേ? ശപിക്കണത് കണ്ട? പിന്നെ ശപിക്കുന്നുണ്ട്. അത് ശപിക്കുമ്പോ ഓരോന്നിനും വർണ്ണിച്ചിട്ടാണ് ശപിക്കുന്നത്. തിരമാലകൾ പോലെ അലയലകളായിട്ട് കിടക്കുന്ന നിന്റെ ചുരുണ്ട മുടി മറ്റേ ഇതാവട്ടെ, പ്രാപിക്കട്ടെ, അങ്ങനെ അങ്ങനെ ഓരോന്നിനും ആദ്യം വർണ്ണിച്ചിട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാഗലോകത്തേക്ക് ഈ നാഗമാണിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പ്രേം നസീർ വരുമ്പോൾ പ്രേം നസീറിനെ കാണുന്ന ഉണ്ണിമേരി അവിടുത്തെ നാഗകന്യകയാണ്, അങ്ങനെ എന്തോ ആണ്, രാജകുമാരികളാണ്. അപ്പോൾ ഉണ്ണിമേരിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ചേട്ടാ, ഭ്രമം തോന്നും, എന്താ പറയാ അതിനെ, ആകൃഷ്ടയാവും ഭയങ്കരമായിട്ട്. നസീറിനോട് ഭയങ്കരമായ പ്രണയം തോന്നി, ഭയങ്കരമായിട്ട് അനുരക്തയാവും. അവൻ പ്രേം നസീറിന്റെ സൗന്ദര്യത്തില് മയങ്ങിപ്പോവും. അങ്ങനെ മയങ്ങിപ്പോയിട്ടാണ്, സാധാരണ അല്ലെങ്കിൽ മനുഷ്യന്മാർക്കൊന്നും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. എന്താ പറയാ, ഉണ്ണിമേരിയുടെ പള്ളിയറ വരെ കൊണ്ടുപോലും ഫലമൂലാദികളൊക്കെ കൊടുക്കലും മറ്റേ മദ്യവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്ത് സൽക്കരിക്കലൊക്കെ ചെയ്തിട്ട്, പക്ഷെ മദ്യം കുടിച്ച് ഉണ്ണിമേരി ഉറങ്ങിപ്പോവും. അപ്പോഴാണ് കിരീടത്തിലത്തെ ഈ നാഗമാണിക്യം എടുത്തിട്ട് പോവാൻ നോക്കുമ്പോഴത്തേക്കും ഉണ്ണിമേരി ഉണർന്നിട്ടാണ് പിന്നെ വരാം. നിന്നെ ഞാൻ ഇത്രയൊക്കെ വിശ്വസിച്ചു, നിന്നെ എൻ്റെ പള്ളിയറ വരെ എത്തിച്ചു, എന്നിട്ട് നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ എന്ന് പറഞ്ഞപ്പോൾ പ്രേം നസീർ ഞാൻ പറയട്ടെ എന്ന് പറയും, പക്ഷെ പറയാൻ സമ്മതിക്കില്ല. എന്നിട്ടാണ് പിന്നെ അപ്പം ഈ ഓരോന്നും കണ്ടിട്ടാണ് ഉണ്ണിമേരിക്ക് പ്രേം നസീറിനോട് ഭയങ്കരമായ ആഗ്രഹം വരുന്നത്. അപ്പം ആ ഓരോന്നിനോട് അതെ, അപ്പോൾ ആ ഓരോന്നും 55 വയസ്സങ്ങളാണല്ലേ ആ പടത്തില് 26 ജനിച്ച പ്രേം നസീർ ജനിച്ചു 81 ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുക. 82 പടം ഇറങ്ങിയേക്കണേ. 26, 36, 46, 56, 66, 76 ആകുമ്പോ 60 വയസ്സായി. 86 82 അപ്പൊ 56 വയസ്സ്. 56 ആ പ്രായമാണ് ആൾക്ക്. ആലോചിക്കണം, വെറുതെ അല്ല ആള് നിത്യഹരിത നായകൻ എന്ന് പറയണ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ആ ശാപം അങ്ങനെ ഓരോന്നിനെ നമ്മൾക്ക് ആ സീൻ മാത്രം കാണുമ്പോ അത് കളിയാക്കാൻ തോന്നും, പക്ഷെ ആ സിനിമ കാണുമ്പോ അതൊന്നും തോന്നില്ല അല്ലേ? സിനിമ കാണുമ്പോ കമന്റുകൾ വായിച്ച് നമ്മൾ ചിരിക്കുക തന്നെ, കുറെ ചിരിക്കാം. നമുക്കത് കളിയാക്കാനായിട്ടുള്ള ഇതുകളൊന്നല്ല. അല്ല, പടം കണ്ടു എന്ന് പറയാ. ഇന്നലത്തെ മിഞ്ഞാത്തെ വീഡിയോയിൽ അങ്ങോട്ട് അജീഷ് അതിനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ തന്നെ അജീഷ് കമന്റ് ഇട്ടുണ്ടായിരുന്നു. ആ പടം അന്നത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു രസമായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഗുഹ അതൊക്കെ ഇല്ലേ, അതിന്റെ ഉള്ളിലത്തെ അതുകളൊക്കെ അന്ന് പശ പോലും ശരിക്കും വെച്ച് ഉള്ള ഒട്ടിക്കാനുള്ള കിട്ടില്ല. ആ സമയത്ത് ഗുഹയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നാഗലോകമൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ അത് മാത്രല്ല, ആ കൊട്ടാരം നോക്കിയേ, അത് എവിടെയാണ് ആ കൊട്ടാരം? ഉൾഭാഗം കാണാൻ വലിയ എയിമില്ല, അത് വല്ല വീട് അങ്ങനത്തെ വല്ല ഇതിന്റെ ഉൾഭാഗവും. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോഴേ കൊട്ടാരം. പിന്നെ പാമ്പുകളും ഒറിജിനൽ പാമ്പുകളാണ്, എല്ലാം ഒറിജിനൽ പാമ്പുകൾ. ഇപ്പോഴാണെങ്കിൽ ഗ്രാഫിക്സ് ആവുമല്ലോ, പക്ഷെ ഗ്രാഫിക്സ് ആണെന്ന് ശരിക്കും മനസ്സിലാവുകയും ചെയ്യും പാമ്പുകൾ പോകുമ്പോ. പക്ഷെ അല്ല, ജഗ്ഗു പാമ്പുകളെ കണ്ടില്ലേ, മൂർഖൻ പാമ്പുകളെ. ഇതിപ്പോ എന്തിനാ ഞാൻ പറഞ്ഞത്, ഞാൻ ആലോചിക്കണപ്പോ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞ് കാട് കയറി പോകുന്നിട്ട് ലാസ്റ്റ് ആലോചിക്കും, ഇതൊക്കെ ഇപ്പൊ എന്തിനാ പറഞ്ഞു. അതെ, അപ്പൊ ഉദ്ഘാടനം ചെയ്യുന്നുട്ടാ. ഞാൻ കാപ്പി വെച്ചിട്ട് വരാട്ടാ. അപ്പൊ ഞാൻ നമ്മുടെ ചെണ്ടുമല്ലി ജഗ്ഗുവിന് വേണ്ടല്ലോ, ജഗ്ഗു സ്കൂളിൽ വിട്ട് വന്നപ്പോ ഒരു ചായ കുടിച്ചതാണ്. ചെണ്ടുമല്ലി 25 വാങ്ങിച്ചിട്ട് ഞാൻ യെല്ലോ. നീ പോവാ? കാപ്പി വേണ്ടേ? ഞാൻ അത് നട്ട് കഴിക്കും. എനിക്ക് കാണണം ഒരെണ്ണം പൂവുണ്ടാവണത്. വേണ്ട,
വേണമെങ്കിൽ നട്ടോ, എന്നിട്ട് പിന്നെ അഭിമാനിക്കപ്പോ ഞാൻ നട്ടാണെന്ന് പറയാം വേണമെങ്കിൽ. ഞാൻ നട്ട ഉള്ളി എവിടെ? ഉള്ളിയൊക്കെ അടിപൊളിയായിട്ടുണ്ടായി നീ നട്ടത്. സുജിതയ്ക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമ്മുടെ ഒരു പപ്പ മരം വീണിട്ട് നോക്കിയേ. ആ നീ ആവശ്യത്തിന് എടുത്തോ. അത് ഇന്നലെ മറിഞ്ഞാന്നോണ്ടല്ലേ, ഇന്നലെ മറിഞ്ഞോണ്ട്. ഉപ്പേരി ഇഷ്ടല്ലേ പിള്ളേർക്ക്? ഇഷ്ടം ഉപ്പേരി? ആ അങ്ങനെ ഇഷ്ടമുള്ള ആ അല്ലാണ്ട് മറ്റേ കഷ്ണങ്ങളാക്കി വെക്കുമ്പോ ഇഷ്ടല്ലേ? മതിയാ? കൊള്ളില്ല. ചാടക അടിപൊളിയുണ്ട്. ആ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ അത് എന്നെ ചെയ്യുള്ളൂ. എന്താ ചെയ്യാ? കോഫി. മുത്തേ നമ്മുടെ മുറ്റത്തും മുത്തുകൂടകൾ വിരിഞ്ഞല്ലോ, ഓണം വന്നേ. പാടായിരുന്നു വേണ്ടത് ഇല്ലേ? കവിതയാണോ? സിനിമ പാട്ടാണോണ്ട്. ചേട്ടൻ പറയണ അടിപൊളി ഹാപ്പി. ചില ചേട്ടൻ പറയാറുള്ള ചില പാട്ടുകളൊന്നും എനിക്ക് ഞാൻ കേൾക്കാത്ത പാട്ടുകളാണ്. കുറെ നാളുകൾക്ക് ശേഷം കളിക്കാൻ വന്നപ്പോഴേ ശരീരമൊക്കെ ഒന്ന് ഇളകിയപ്പോ ഒരു സുഖം. നാളത്തേക്ക് വല്ലതും പറയൂ? എന്തിട്ട് പറയണം? ഞാൻ പറയുന്നില്ലേ. കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് വരും, പ്രിയപ്പെട്ടവരെ എനിക്ക് തീരെ വയ്യ, അതുകൊണ്ട് 2 ദിവസം കൂടി വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല. ഏയ് വാ നമുക്ക് അങ്ങോട്ട് പോവാം. അവന് മാത്രല്ല അച്ഛനും പനിയൊന്നും പറയുന്നില്ലേ. അപ്പം നിങ്ങളത് അറിഞ്ഞില്ലേ? ഞാനത് കൊണ്ടുപോയി അച്ഛന് കൊടുത്തു. എനിക്കൊന്നും ഷെയർ ചെയ്യാതെ ഒറ്റയ്ക്ക് എടുക്കുന്ന സ്വഭാവമില്ലേ, അത് തന്നെ. ഷെയർ ചെയ്യാതെ ഞാൻ ഒറ്റയ്ക്ക് ഒരു സാധനം എടുക്കാറില്ല. അതുകൊണ്ട് ഞാൻ അമ്മയെക്കാളും കൂടുതൽ സ്നേഹം അച്ഛനോടായതുകൊണ്ട് ഞാൻ എല്ലാതും അച്ഛന് കൊടുത്തു. പറയരുന്നില്ലേ? നല്ല കാപ്പിയിട്ട് തരുതാ. താങ്ക് യു. ചേട്ടൻ്റെ മുഖം ചിരി നോക്കിയാൽ ഞാൻ അങ്ങനെ പറയും. ചേട്ടൻ്റെ ചിരി ചേട്ടനാണ് ദീപാ കണ്ട ചിരിച്ചേ ആ കണ്ട അതിവിടെ കണ്ട നിറച്ച് വരകള് ഇംഗ്ലീഷുകാരുടെ പോലെയാ ചിരിക്കുമ്പോ. അല്ല, നമ്മൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ പറയാറുണ്ട് ചേട്ടൻ ചിരിക്കുമ്പോ അങ്ങനെ. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലാണ് കാണും ഇങ്ങനെ ആയിട്ട്. പിന്നെ ആരോ പറഞ്ഞല്ലോ ചേട്ടന് മലയാളി ലുക്കല്ലാന്ന് ഇംഗ്ലീഷ് ലുക്കാന്ന്. എന്തേലൊക്കെ ലുക്കാവട്ടെ. ഭൂമിയിൽ ജനിച്ചു, ഭൂമിയിൽ ജീവിക്കുന്നു. സന്ധ്യ പറയും ഞാനേ പോയിട്ട് അടിച്ചുവാരി വിളക്ക് വയ്ക്കട്ടെ കേട്ടാ. ചേട്ടൻ ഇതൊക്കെ നട്ട് കഴിഞ്ഞിട്ട് വരല്ലോ. ഞാൻ നട്ടിട്ട് വരല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇതിന് വേണ്ടിയിട്ട് നാളെ നടാൻ പറ്റില്ല.